సినిమాలో మిమ్మల్ని ఎక్కడన్నా 1% డిస్సాటిస్ఫాక్షన్ చేసినా నా ఇంటి అడ్రస్ పెడతా రండి. Wait a minute. Who are you? അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട സെഗ്മെൻറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. ഡിസ്കഷൻ തന്നെ, പക്ഷേ ഈ ഡിസ്കഷൻ്റെ ഒരു രസകര ഡിസ്കഷനാണ്. നമ്മുടെ റിബൽ സ്റ്റാർ പ്രഭാസിൻ്റെ രാജാ സാബ് എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ നമ്മൾ 9-ാം തീയതി കാണാൻ ഉദ്ദേശിച്ചിരുന്ന പടം ജനനായകനാണ്, അതായത് ഡെമോക്രസിയെക്കുറിച്ചുള്ളൊരു സംഭവം. പക്ഷേ നമുക്ക് കിട്ടിയത് രാജാ സാബാണ്. രാജഭരണം, രാജാപ്പാട്ട് പടം. അതെ, അതാരെ കാരണം? ആരാ കാരണം? ശത്രുപോട്. അതായത് ശരിക്കും അവർ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ജനാധിപത്യമൊക്കെ മറക്കുക, ഇനി വരാൻ പോകുന്ന രാജഭരണത്തിലേക്ക് തിരിച്ചു പോവുക. അതാണ് സംഭവിക്കാൻ പോണത്. എല്ലാവരും വെയിറ്റ് ചെയ്ത് എല്ലാവരും അല്ലേ. അത് നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പടം കണ്ടിരുന്നു. പക്ഷേ അതിൻ്റെ ഡിസ്കഷൻ ചെയ്യാൻ നമ്മളൊരു 2 ദിവസം വെയിറ്റ് ചെയ്തു. വേറൊന്നുമല്ല, നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ, എന്നാലല്ലേ പരിപാടി രസമാകത്തുള്ളൂ. അതെ അതെ, ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. മാരുതിയെ കാണണ്ടേ നമുക്ക്? കൊള്ളാം. അങ്ങനെ മാരുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രാജാ സാബിൻ്റെ ഒരു ഡിസ്കഷനാണ് വന്നിരിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഞങ്ങൾ അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ കാരണം അത് ഓൾറെഡി വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും അല്ല ട്രോൾ വഴി എല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സിനിമ എങ്ങനെയാണെന്ന്. മറിച്ചൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ആർക്കുണ്ടായിരിക്കുമ്പോഴത്തേക്കും എന്താണ് ഇവിടെ നടക്കുന്നത്, എന്തിനെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഈ 3 മണിക്കൂർ 3 മിനിറ്റ് ഒരു സിനിമ, ആ സിനിമ കാണാൻ നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിനെ എന്താ ചെയ്യുക? ഇവരുടെ അതായത് ബജറ്റുണ്ട് 10-300 കോടിക്ക് മേളിൽ 150 കോടി അത്രയും ബജറ്റുണ്ട് പടത്തിന്. അപ്പോൾ അത്രയും ബജറ്റുള്ളൊരു സിനിമയിൽ 250 കോടി പ്രഭാസിന് കൊടുത്തു. അതായത് അത്രയും ബജറ്റുള്ള സിനിമയ്ക്ക് വേണ്ട, അതായത് അത്രയും ബജറ്റ് ഈ സിനിമയ്ക്ക് വേണമെന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. എന്തുകൊണ്ട് അത്രയും ബജറ്റ് ആവുന്നു എന്ന് ചോദിച്ചാൽ ഈ സിനിമയിൽ പ്രഭാസ് അഭിനയിക്കുന്നുണ്ടാണ്. അപ്പോൾ ചോദിക്കും VFX പിന്നെ പൈസ കൊടുക്കണ്ടില്ലെന്ന്. ഈ VFXന് പൈസ മുടക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു. പ്രഭാസ് ഫോട്ടോ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കി സോറി പടത്തിൽ VFX ഉണ്ട്. VFX മൊത്തം പ്രഭാസിലാണ് ചെയ്തിരിക്കുന്നത്. പ്രഭാസിൽ VFX ചെയ്ത് തീർന്ന് മിച്ചമുള്ള കാശിന് വേണം ബാക്കി വലിയൊരു ജൈന്റ് വരുന്നുണ്ട്, മുതല വരുന്നുണ്ട്, ഇല്ലേ, കടുവ, പുലി, തേങ്ങ, മാങ്ങ ഒക്കെ. ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് ഈ മുതല ഒരു ശരിയല്ലേ? ചാനൽ തുടങ്ങിയ തന്നെ കങ്കുവയുടെ ട്രെയിലർ റിയാക്ഷൻ അവിടെ തൊട്ട് തുടങ്ങിയ മുതലയാണ്. ഈ മുതല അന്ന് അതിലും പറക്കുന്നുണ്ട് ഒരു പരുന്ത്. ബാഹുബലിയിലെ ആന. അതെ. പക്ഷെ ഇവിടുത്തെ പരുന്തിനെ പിന്നെ കണ്ടിട്ടില്ല. ഈ വർഷത്തെ ആദ്യത്തെ ഡിസ്കഷനാണ്. നമ്മുടെ 2026 ആദ്യത്തെ ഡിസ്കഷനാണ്. നമ്മുടെ ആദ്യത്തെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആദ്യ സിനിമയാണ് രാജാ സാബ്. നല്ല ഗംഭീര തുടക്കം. നല്ല തുടക്കം. ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ എന്തു പറഞ്ഞു, അതിൽ 100 മടങ്ങായിരുന്നു. അതെ, പ്രതീക്ഷക്കത്ത് ഉയർന്നു പടം. ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത്, ആ പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല സിനിമ. അതിൽ നിന്ന് ഉയർന്നതേ ഉള്ളൂ അല്ലേ. അതെ. ഈ അടുത്ത വർഷത്തെ 2026 മോശം തിയേറ്റർ അനുഭവങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്ത വർഷം 2027 ജനുവരിയിൽ ഒരു വീഡിയോ ഇറക്കുമ്പോൾ 1 സ്ഥാനത്ത് രാജാ സാബ് ഉണ്ടാവും. ഇതുവരെ വേറെ പടം വരുമായിരിക്കും, അറിയത്തില്ല. ഇനിയുണ്ട് ഇഷ്ടം പോലെ വരും. അപ്പോൾ നമുക്ക് രാജാ സാബിന്റെ ഒരു സ്പോയിലർ ഡിസ്കഷനിലേക്ക് കടക്കാം അല്ലെ. എന്തിന് സ്പോയിലർ ഡിസ്കഷൻ അല്ലേ? അല്ല, എന്നാലും കാണാത്തവരാണല്ലോ സിനിമ കാണാത്തതുകൊണ്ട് സിനിമ കണ്ടേ സ്പോയിൽ ചെയ്ത് അത്രയും സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, അപ്പോൾ തുടങ്ങാ. അല്ല, ഞാൻ നോക്കുന്ന പുള്ളിയുടെ ധൈര്യമാണ് ഇത്. പുള്ളി ആക്ച്വലി വളരെ ബ്രില്യൻ്റ് ഡയറക്ടറാണ്. പടം തീരുമ്പോൾ പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പ്രഭാസിനെ ഒരു ജോക്കറായി അവതരിപ്പിക്കും. അതാണ് ബ്രില്യൻസ്. അത് വിത്തൗട്ട് ഡയലോഗ്, അത് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആലോചിച്ച് നോക്കണം, പ്രഭാസ് ഇങ്ങനെ ഇരിക്കുക തല കുനിച്ച് ഒരു ജോക്കർ വേഷത്തിൽ പ്രഭാസ് ഇതാണ് ഉദ്ദേശിച്ചത്, എങ്ങനെയുണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അയാളുടെ ധൈര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സിനിമയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയാൻ കാണിച്ച ധൈര്യം 1935 അത് കണക്കുകളുടെ പ്രൊഡ്യൂസർക്ക് പോലും അത്ര ധൈര്യം ഇല്ല. അല്ല, 18 കോടി ഇതിന് കിട്ടിയ സ്ഥിതിക്ക് പുള്ളി അതിന് ഇറങ്ങി തിരിക്കും. അതെ. അല്ല, ഇപ്പോഴിപ്പോൾ ലാഭമാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പം. ലാഭം ആയിക്കോട്ടെ, പ്രൊഡ്യൂസറിനെ ലാഭമാവുന്നത്. നിനക്ക് ലാഭമായോ? എനിക്ക് ലാഭമായില്ല. പക്ഷെ ഇത് ഇപ്പോഴും കൊള്ളാന്ന് പറഞ്ഞ തെലുങ്കന്മാരുണ്ട്. ഞാനത് ആലോചിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. എല്ലാ വസ്തുവിനും, എല്ലാ പ്രോജക്റ്റിനും, എല്ലാ ഒരു പ്രോഡക്റ്റിനും നല്ലതെന്നും മോശമെന്നും പറയാൻ ആൾക്കാരുണ്ടോ? ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഈ പ്രോഡക്റ്റ് നല്ലത് മോശം എന്നുള്ളതിലുപരി ഈ പ്രോഡക്റ്റ് വർക്കാവുന്നവരും വർക്കാവാത്തവരും. അപ്പോൾ ഇത് മെജോറിറ്റി എവിടെയാണോ അതനുസരിച്ചായിരിക്കും അതിൻ്റെ വിധി എഴുതപ്പെടുന്നത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റ് മോശമായിട്ട് അത്
മോശമാണെന്ന് എല്ലാവരും പറഞ്ഞാൽ ഓക്കെ, പ്രോഡക്റ്റ് നല്ലതായിട്ട് മോശമാണെന്ന് ഒരുപാട് പേര് പറയുമ്പോഴും ഈ പ്രോഡക്റ്റ് മോശമാകുന്നില്ല, അത് വർക്കാവാത്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ പ്രോഡക്റ്റ് മോശമാണ്, അത് മോശമാണെന്ന് പറഞ്ഞവരുടെ എണ്ണവും കൂടുതലാണ്. ഞാൻ ഇത് കണ്ടത് തെലുങ്കിലാണ്. അതെ, ഇദ്ദേഹം തെലുങ്കിൽ കണ്ടു, ഞങ്ങൾ മലയാളം ഡബ്ബാണ്. അതുകൊണ്ട് പുള്ളി രക്ഷപ്പെട്ട്. അതായത് ഇത് ഈ പടം എത്ര വലിയൊരു അപരാധമാണെന്ന് അതേ ഭാഷയിൽ എനിക്ക് അറിയാൻ പറ്റി. തെലുങ്ക് മനസ്സിലായോ? പീക്ക് സാരം കേട്ടോ. തെലുങ്ക് മനസ്സിലായില്ലടാ. തെലുങ്ക് മനസ്സിലായില്ലെന്നല്ലോ. അതായത് കലർപ്പില്ലാത്ത അപരാധം എനിക്ക് കിട്ടി. ഓ അങ്ങനെ. നിങ്ങൾ കണ്ടത് അതിന്റെ പുറത്തോടെ ഒരാളുടെ കൂടെ കൈ വന്നു. അതെ, ആ സംഭവമാണ് അത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഒരു തെലുങ്ക് ഓഡിയൻസ്, അപ്പോൾ ഒരു 75% ഹൗസ് ഫുള്ളാന്ന് വേണേൽ പറയാം. അതിലും ഈ സിനിമ വല്ലാണ്ട് എൻജോയ് ചെയ്ത ഓഡിയൻസിന്റെ ഇടയ്ക്കാണ്. അത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ തൊട്ട് പുറകെ ഇരുന്നത് ഒരു 2 പെങ്കൊച്ചും ഒരാളുമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു പെങ്കൊച്ച് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പ്രഭാസിന്റെ കോമഡിക്കൊക്കെ. അപ്പം ഞാനും തിരിഞ്ഞു നോക്കും, തിയേറ്റർ ഫുള്ള് ഈ പെങ്കൊച്ചിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം ഒരു പോയിന്റിന് ശേഷം ഈ പെങ്കൊച്ച് കൂടെ ഇരിക്കുന്നവരോട് പറഞ്ഞു, എനിക്കിതൊക്കെ ഇഷ്ടമാകും. അപ്പൊ അവരും ചിരിക്കാതിരിക്കുക, വേറെ ആരും ചിരിക്കുന്നത്. പിന്നെ 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു, അവരും ചിരിക്കുന്നുണ്ടായിരുന്നു. 1-2 സീൻ. അതാ പറയാം, കുട്ടികളെ കാണിക്കാനുള്ള പടമാണെന്ന് തോന്നുന്നു. അതെ, കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പട്ടണത്തിൽ ഭൂതമൊക്കെ പോലെ കുട്ടികളെ കാണിക്കാൻ പറ്റുന്ന ഒരു പടം. പട്ടണത്തിൽ പോകുന്ന അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറിയെങ്കിലും ഉണ്ട്. അത് പോകാൻ പിന്നെ ബെറ്റർ പടം. അതാ പറഞ്ഞത്, കുട്ടികൾക്ക് പോലും ഇത് കാണാൻ പറ്റും തോന്നുന്നില്ല എനിക്ക്. അല്ല, കുട്ടികളെ കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ പടം, ബിക്കോസ് ഓഫ് പ്രഭാസ് മാത്രമല്ല, കുറച്ച് എക്സ്പ്ലിസിറ്റ് കണ്ടന്റ്. രസാക്ക് നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങാതെ തിയേറ്ററിൽ ഇരുന്നവരും ഇതുപോലെ പറയുന്നത്, ഉറങ്ങരുത്. എന്തിന് ഇവൻ ഉറങ്ങി ഇടയ്ക്ക്, ക്ലൈമാക്സ് വലിയ ബഹളം നടക്കുന്നു, ഇവൻ ഉറങ്ങുക ക്ലൈമാക്സ്. ഞാൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയായിരുന്നു. അല്ല, സംഭവം വെച്ചാലേ ഇത് നീ അന്ന് തന്നെ കാണണേ വിശാലേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാത്രി 10:30 ഷോ പോയി. ഞാൻ രാജാ സാബെന്ന് കണ്ടു 10:30. ഞാൻ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് തെലുങ്കിലേ ഉള്ളത്. എനിക്ക് ഒറിജിനൽ ഭാഷ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് ടിക്കറ്റ് എടുത്തിട്ട് അത് കയറി നിന്നിട്ട് എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് ടിക്കറ്റ് നോക്കിയപ്പോൾ 2 മണി 2:15 നിട്ടേക്കും. 4 മണിക്കൂർ പടം, എന്ത് പടം. പിന്നെ പുറത്തിറങ്ങിയത് 1:50. PVR പടം കാണുന്നത്. അപ്പോൾ 4 മണിക്കൂർ എടുക്കും. 20 മിനിറ്റ് വെച്ച് പടം തുടങ്ങുന്നതിന് മുമ്പ് പരസ്യം, ഇന്റർവെല്ലും പരസ്യം, അതൊക്കെ വെച്ചിട്ടാണ് ഭയങ്കര. അതുകൊണ്ട് 2 മണി അടുപ്പിച്ചത് കൊണ്ട് ക്ലൈമാക്സ് കൊടൂര ഫൈറ്റ് നടക്കുമ്പോൾ ഞാൻ ഉറക്കമാണ്. എനിക്കറിയാം പ്രഭാസ് ജയിച്ച് തിരിച്ച് വരുമെന്ന്. പിന്നെ ഞാൻ കണ്ണു പറയുമ്പോൾ പ്രഭാസ് ജോക്കറായിട്ടിരിക്കുന്നു. എനിക്കൊന്ന് ഈ പടത്തിന്റെ കോർ ഐഡിയ ആ ക്ലൈമാക്സ് 40 മിനിറ്റ് സാധനം അല്ലല്ല, ഈ പടം ഇതിന്റെ നോട്ടീസ് ആയിരുന്നല്ലോ മറുദേശം. ഇതിനൊരു കോർ ഐഡിയ ഉണ്ടെന്ന് നിനക്ക് തോന്നിയെങ്കിൽ അല്ല, അത് ഇവരെ കൺവിൻസ് ചെയ്യാൻ അടുത്തൊരു സാധനം ഉണ്ടായിരിക്കുമല്ലോ. ഇത് ഒരു എനിക്കാണ് മനസ്സിലായി, സിനിമയ്ക്കകത്ത് ഈ നല്ല പടം ഉണ്ടാക്കാനുള്ള കണ്ടന്റ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് പടത്തിനെ കുറിച്ച് പറഞ്ഞ സാധനമാണ്. പക്ഷെ ആ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ വെഹിക്കിളാണിത്. അപ്പം ആ സ്റ്റാർ വെഹിക്കിൾ ആകുമ്പോൾ അതിലെ എഞ്ചിൻ അടിച്ച് മാറ്റി വെച്ച് വീല് മാത്രം വെച്ച് തള്ളിക്കൊണ്ടു പോവാം. അതാണ് പരിപാടി. അതെ, അതായത് ഞാൻ പ്രഭാസിന്റെ അടുത്ത് കഥ പറയാൻ പോകുവാണെന്ന് പറയുമ്പോൾ എഴുതി വെക്കുന്ന ഒരു 5 പോയിന്റ് ഉണ്ട്. ഈ 5 പോയിന്റ് പടത്തിൽ മുങ്ങി കിടപ്പുണ്ട്. പക്ഷെ പ്രഭാസിനെ കണ്ടു കഴിയുമ്പോഴോ എപ്പോഴോ ഇതിന്റെ സ്ട്രക്ചറും പരിപാടികളൊക്കെ ഇതിന്റെ പുറത്ത് മൗണ്ട് ചെയ്ത് വരുന്നപ്പോഴത്തേക്കും ഈ 5 സാധനം മിസ്സായി. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഈ പറയുന്ന ഹിപ്നോട്ടിസം എന്ന എലമെന്റ്. പിന്നെ ഹാരി പോട്ടർ ഈ പുള്ളി അടുത്തിടയ്ക്ക് എന്തോ ആണെന്ന് കാണാം. ഒരു വിഷ്വൽ സ്റ്റൈലും ഇതെല്ലാം പുള്ളി കണ്ടിട്ടുണ്ട്. മറ്റേ വൂക്കോങ്ങിൽ നിന്നൊക്കെ കുറച്ച് ഇൻസ്പിറേഷൻ ഒക്കെ ഉണ്ട്. അതെ, ഇതൊക്കെ കണ്ട് പുള്ളിക്കാരൻ അതും മൊത്തം കണ്ടില്ല. ഗെയിമിന്റെ സിനിമാറ്റിക് ട്രെയിലർ മാത്രമേ കണ്ടുള്ളൂ. 2 ട്രെയിലർ, 3ാമത്തെ ട്രെയിലർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത് കാണുമ്പോൾ കിട്ടുന്ന എന്തോ ഒരു വിഷ്വലൊക്കെ വെച്ചിട്ട് കുറച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ അങ്ങനെയാണ്. പക്ഷേ ഇത് ഈ സംഭവം ഒരു ഐഡിയക്കും ഒരു ഫുൾഫിൽമെന്റ് ഇല്ല. നമ്മളിങ്ങനെ ഈ പടത്തിന്റെ ടോൺ എന്താന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിന്റെ ഈ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വിഷ്വൽ എഫക്ട്സ് എക്സ്ട്രാവഗൻസ എന്ന് പറഞ്ഞിട്ട്. പടത്തിനിരിക്കുമ്പോൾ ഒരു സെറ്റ് ഇട്ട ഒരു കുടുംബ ചിത്രമാണ്. അതെ, പടത്തിന്റെ സെക്കൻഡ് ഹാഫ് ഫുള്ള് ഒരു കൊട്ടാരത്തിനകത്ത്. അതല്ല, വിഷ്വൽ എഫക്ട് കൂടുതലാണ് പടത്തിൽ. കാരണം മൊത്തത്തിൽ പ്രഭാസിനെ കാണിച്ചേക്കുന്ന മൊത്തം വിഷ്വൽ എഫക്ട്സ്. അതാണ് കോറലമെന്റ്. ശരിക്കും നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഏത് പടമായിരുന്നു, രാധേശ്യാമൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത്, അല്ല രാധേശ്യാമല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പടം പറഞ്ഞപ്പോഴുണ്ടായിരുന്നു പ്രഭാസിന്റെ തലവെട്ടി ഒട്ടിച്ച കാര്യം. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് എന്തോ പ്രശ്നമുണ്ട്. അതായത് ഫിസിക്കൽ എന്തോ ഇഷ്യൂ ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ഒരു റൂമറാണ്, നമുക്കറിയില്ല. പക്ഷെ നമുക്ക് പുള്ളിയുടെ ഇപ്പോൾ ഡാൻസ് സീൻ എടുത്താലും ആക്ഷൻ സീൻ എടുത്താലും ക്ലോസപ്പ് ഷോട്ട് വെക്കുമ്പോൾ പ്രഭാസ് വരുന്നുണ്ട് സ്ക്രീനിൽ. വൈഡ് ഷോട്ടിലാണെങ്കിൽ
വേരിയേഷൻ ഉണ്ട്. വൈഡ് ഷോട്ടിലാണ് വേറെ ഏതോ ഒരാളും തല മാത്രം പ്രഭാസിന്. അപ്പൊ തല ഇങ്ങനെ, തല എന്ന് പറഞ്ഞാൽ ഫുൾ 360 ഡിഗ്രി പ്രോപ്പർ ഈവൻ ലൈറ്റ് ചെയ്തേക്കാം ഫുൾ ഫേസ്. അതെനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ ഫേസ് കുറച്ചധികം സ്മൂത്തൻ ചെയ്യും. അത് പ്രഭാസിനെ പോലെ ഒരാളെ കുറച്ചധികം ഡിജിറ്റലി സ്മൂത്തൻ ചെയ്യുമ്പം ഇത് ക്ലോസിൽ അത്രയും വിഷയമില്ല, ഈ ക്ലോസപ്പിലാണ് ഇത്രയായിരുന്നു. പക്ഷെ അത് വൈഡിലേക്ക് മാറുമ്പോഴേ ബാക്കി ബോഡി ഒരു ലൈറ്റിങ്ങിലും ഈ ഫേസ് മാത്രം ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്ത് വെളുപ്പിച്ചൊക്കെ വെച്ചേക്കും, വെളുപ്പിച്ച് മറ്റേ സ്കിന്നൊക്കെ സ്മൂത്ത് ചെയ്ത് അത് എന്തോ എല്ലാം VFX ഷോട്ട് അല്ലെങ്കിൽ. പക്ഷെ ഇതൊക്കെ പുള്ളിക്കാരൻ ജസ്റ്റ് നടന്നു വരുന്ന ഷോട്ടില്ല. അതാ പറയുന്നത്, അതൊരു നായകനെ പ്രസന്റ് ചെയ്യുന്ന ഷോട്ടായിട്ട് ഇവർ കാണുന്നത്. അപ്പം ഇതിനകത്ത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഷോട്ടിലും ഈ പറയുന്നതിന് വൈഡിൽ കറക്റ്റ് ചെയ്ത് വരുമ്പം ഇത് നമുക്ക് മറ്റേ ഗ്രേഡിങ് സമയത്ത് പറ്റുന്ന ഒരു പറ്റാണ് ഇത് VFX ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈയൊക്കെ പഴയ മറ്റേ സ്കിൻ ടോണും ഫേസ് ഇങ്ങനെ വെളുപ്പിച്ച് വേറൊരു സ്കിൻ ടോണും ഒക്കെ ആക്കി വെക്കുമ്പോഴത്തേക്ക് അതിന്റെ ഒരു അത് മാത്രമല്ല മറ്റേ ഇത് ഈ പുള്ളിയോട് തല ഒട്ടിക്കൽ പരിപാടിയാണ്. അതുണ്ട് പാട്ടിനകത്തുണ്ട്, ആക്ഷൻ സീനുണ്ട്, എന്തിന് ചുമ്മാ നടന്നു വരുന്ന ചില ഷോട്ട്സിനകത്തൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ. അതായത് അതെല്ലാം ചെയ്യുന്ന വൈഡ് ഷോട്ടില്ല, അവർ അത് കൂടുതൽ യൂസ് ചെയ്യുന്ന വൈഡ് ഷോട്ടില്ല. പുള്ളിയുടെ ക്ലോസും ടൈറ്റും മിഡും ഒക്കെ വരുമ്പോഴത്തേക്കും പുള്ളി തന്നെ വരുന്നുണ്ട്. മാരുതി പറഞ്ഞു പ്രഭാസേ നമുക്ക് ഈ ക്ലോസിൽ മാത്രം നിങ്ങളെ കിട്ടിയാൽ അല്ല, അത് ഞാൻ പറഞ്ഞില്ല. അതായത് ഇത്രയും വലിയ ആക്ടേഴ്സിനെയൊക്കെ ഉപയോഗിക്കുമ്പം ഇവർക്ക് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഈ 100 കോടി കൊടുക്കുന്ന പ്രഭാസിന്, ഈ 100 കോടി കൊടുക്കുന്ന പ്രഭാസിനെ കംഫർട്ട് ചെയ്യണം. അല്ല, ആ പുള്ളി അത്രയും പൈസ വാങ്ങിക്കുന്നത് അതിനകത്ത് അഭിനയിക്കാനാണ്. അപ്പോൾ ആ ആളെ അഭിനയിപ്പിക്കണം. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സാറ് ഏറ്റവും കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ വന്നാൽ മതി. സാറിന് ഇപ്പോൾ ഈ സീൻ അഭിനയിക്കാൻ സാറ് വരണ്ട, ഞങ്ങൾ ഡൂപ്പിന് വെച്ചത് ചെയ്യാം എന്ന് പറയുമ്പോൾ പ്രഭാസ് എന്നാൽ ശരി നീ ചെയ്യും, ഞാനവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കും. പക്ഷേ രാജമൗലി അങ്ങനെയല്ല. രാജമൗലി 10 എടുത്ത് വെച്ചാൽ അടിക്കും, ഇറങ്ങ് അവിടെ പോയി നിൽക്കി എന്ന് പറഞ്ഞ് അടിച്ചോടിക്കും. അങ്ങനെ അടിച്ചോടിച്ചാണ് ഇപ്പൊ ഈ പ്രവാസി അവസ്ഥയിൽ സ്പിരിറ്റ് വരുന്ന പടത്തിൽ വാങ്ങ ഇതിന്റെ അപ്പുറമായിരിക്കും. വാങ്ങ തോക്കെടുത്താ വെക്കുന്നത്, വാങ്ങക്ക് വടിയില്ല, പൊട്ടിക്ക് വാങ്ങ തോക്കെടുത്ത് വെച്ച് അവിടെ വെച്ചേച്ച് പറയും മോനെ മര്യാദയ്ക്ക് അവിടെ പോയി നിന്ന് അഭിനയിച്ചോ, നിന്റെ തലവെട്ടി ഒട്ടിക്കൽ പരിപാടിയൊന്നും നടക്കത്തില്ല, നീ തന്നെ എല്ലാം ചെയ്യണം, ഇല്ലേ പറ്റൂല എന്ന് പറഞ്ഞ് ഗ്ലാസ്സാന്ന് പറഞ്ഞ് കുപ്പിയൊക്കെ എടുത്ത് കൈ. അങ്ങനെ ശരിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇവർ ഈ 100 കോടി 200 കോടി വാങ്ങിക്കുന്നത് ഇവരുടെ തലവെട്ടി ഒട്ടിക്കാനല്ലല്ലോ, ഇവർ വന്ന് അഭിനയിക്കണം. അപ്പോൾ അവർ വന്ന് അഭിനയിക്കുന്നതിന് പകരം ഈ പറഞ്ഞ ഡൂപ്പിനെ വെച്ച് അവർ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ശരിയാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് ഫിസിക്കൽ പ്രോബ്ലം ഉണ്ട് എങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം അതൊന്നുകിൽ അത് വൃത്തിയായിട്ട് ചെയ്യണം. കാണുമ്പോൾ നമുക്ക് ഭയങ്കര അരോചകമാണ്. ഇത് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. ഈ മാരുതിയെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന് ഈ പടം എൻ്റെ ആദ്യത്തെ മാരുതി പടമാണ്. മാരുതിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് പുള്ള പഴയ പടങ്ങൾ അറിയാമല്ലോ. അതെ, മാരുതി ബെൻസ് എടുക്കുമെന്ന് ഈ പടം കഴിയുമ്പോൾ ബെൻസ് എടുക്കുമെന്നുള്ളതല്ലാതെ നമുക്കിതുകൊണ്ട് ഒരു ഗുണമില്ല. നമ്മള് കയ്യിലെ 150 രൂപയും കൊടുത്ത് സൈക്കിളിൽ പോയിട്ടാണ് ഈ പടം കാണുന്നത്. നമ്മൾ തിയേറ്ററിൽ കയറി ഇരിക്കുമ്പോൾ പ്രഭാസ് ഉൾപ്പെടെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. എന്തിന് ട്രെയിലറിൽ നമ്മൾ കണ്ട ഒരു രൂപമുണ്ട്, ആ രൂപം ഞങ്ങൾ കണ്ട ദിവസം ഇല്ലായിരുന്നു. എന്നിട്ട് ഇത് ഇന്നലെ മുതൽ അല്ലേ, ഇന്നലെ വൈകുന്നേരം മുതൽ പോയി കാണാൻ. അതെ, നമ്മൾ പോയി കാണണം, ആ സീൻ കാണാൻ വേണ്ടി മാത്രം. അത് നെഗറ്റീവ് വന്നതിന് ശേഷം അവർ വീണ്ടും ആടി. ആ ഒരു പ്രശ്നമില്ല. അതായത് പടത്തിൽ പലയിടത്തും ഒരു സീക്വൻസും കംപ്ലീറ്റ് ചെയ്യുന്നില്ല. എന്തൊക്കെയോ ഇങ്ങനെ സംഭവിച്ചു വന്നിട്ട് കട്ട് ചെയ്ത് ജമ്പ് ചെയ്ത് വേറെന്തോ സംഭവിക്കുക. ഒരു സീക്വൻസ് ഉണ്ടല്ലോ, കസേരയുടെ ഓർഡർ സംസാരിച്ചോണ്ടിരിക്കുക, ബാക്ക് നിൽക്കുക, തിരിയുന്ന ഷോട്ടുണ്ട്, റിവീൽ ചെയ്യുന്നില്ല. അതിന് മുമ്പ് കട്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സീനിലായിരിക്കാം ഈ പറഞ്ഞ ഈ അച്ഛൻ പ്രഭാസോ മുത്തച്ഛൻ പ്രഭാസോ എനിക്ക് മനസ്സിലായില്ല എന്തുവാ ഈ കാണിക്കുന്നത്. അതൊരു ഒരു രസകരമായ പടത്തിന്റെ ഐഡിയ അതാണല്ലോ, ഒരു രസകരമായ സീക്വൻസ് ആഫ്റ്റർ ഒരു രസകരമായ സീക്വൻസ്. ഇതിന്റെ ബേസ് സ്റ്റോറി ലൈനാണ്. അമ്മയ്ക്ക് വേണ്ടി അപ്പൂപ്പനെ തപ്പി ഇറങ്ങുന്നതാണ്. അപ്പൂപ്പൻ ഈ കൊട്ടാരത്തിലുണ്ടെന്ന് പറയുന്നു. കൊട്ടാരത്തിൽ കയറുമ്പോൾ അപ്പൂപ്പൻ പടിയായി പ്രേതമാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുള്ളതല്ല, അവരുടെ ഇന്നും ഒരു റിയാക്ഷൻ ഇല്ല. പ്രേതത്തിനാണ് പ്രശ്നം എന്ന് വെച്ചാൽ പ്രേതത്തിന് എന്തും ചെയ്യാം. പക്ഷേ ഈ പ്രേതം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യാം, അടുത്ത അമാവാസി വരെ വെയിറ്റ് ചെയ്യാൻ. അതുവരെ നീ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു ഇവിടെ കിടന്നു എന്ന് പറയുന്ന പോലെ 3 നായകന്മാരെ കൊണ്ടുവരുന്നു, അതിനകത്തൊരു ഡാൻസ് കളിക്കുന്നു, 3 നായകന്മാർ വരുന്നു. അപ്പം കഥയിൽ ചോദിക്കും വേണ്ടി ഇവർക്ക് ഡ്രസ്സ് മാറാനുണ്ടോന്ന്. അപ്പൊ പറയുന്നു അതിനകത്ത് മാജിക് അല്ല, ഡ്രസ്സ് മാറുന്നതിന്റെ അല്ല. ഇപ്പം ഈ പടത്തിൽ ഇത്രയും ചോദ്യം ചോദിക്കേണ്ട എന്ന ലൈനിലാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അതായത് കാട്ടില് നമ്മൾ അപ്പൂപ്പനെ തപ്പി പോകുമ്പോഴത്തേക്കും മിനിമം നമ്മളല്ല പ്രഭാസും കൂട്ടരും കൂടെ പോവാണ്. അപ്പം മാളവികമോഹൻ പോകുന്ന കാര്യമില്ല കൊടുങ്കാട്ടില്. അതാണ് പടത്തിന്റെ വൈബും മൂടും. അതവര് മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ റിയലിസ്റ്റിക് ആണെന്നൊന്നും അല്ല, ഫുൾ ടൈം ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണ്, വെൽ മേക്കപ്പ് ഒക്കെ ഇട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ അതാണ് പടത്തിന്റെ ഈ മറ്റേ നമ്മുടെ തമിഴിൽ ചെയ്യുന്ന പോലത്തെ ഒരു അരൺമണി സീരീസ് ലൈനാണ്. പടം ബെറ്റർ ആണ്. ഞാൻ പറയുന്ന ഒരു കളർ പടമാണ്. അതായത് റിയലിസം ഒന്നും ഇല്ല ഇതിനകത്ത്. ഒരു അരൺമണിക്കകത്ത് എല്ലാവരെയും കൊണ്ടുവരണം, കുറച്ച് ഹ്യൂമർ പ്ലസ് ഹൊറർ കാണിക്കണം. ഇതിങ്ങനെ കണ്ടീഷൻഡ് ഫിലിം മേക്കിംഗ് ആണല്ലോ. ഇന്ന സാധനം ഇതിനകത്ത് വരണം, ഇതിനെ സ്മൂത്ത് ആയിട്ട് വരണമെന്നൊന്നുമില്ല. നമുക്കൊരു 10 സീൻ രസകരമായി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അതുണ്ടാക്കാനാണ് ഇവർക്ക് പറ്റാത്തത്. ഇത് നമ്മളിങ്ങനെ സീൻ ടു സീൻ ഒരു ഫ്ലോ ഇല്ല, ഓക്കെ അതില്ല. ഒരു രസകരമായ ഒരു സീൻ വരട്ടെ എന്ന് വെച്ചാൽ അതുമില്ല. പ്രഭാസ് കോമഡി ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇത്രയും. അതായത് നമ്മൾ സലാറിൽ കണ്ട പ്രഭാസ് കഴിഞ്ഞിട്ട്
പ്രഭാസ് കോമഡി ചെയ്യുന്നു വെച്ച് അങ്ങനെ ഇത് പടത്തിന്റെ ഇത് കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ് പ്രഭാസ് കോമഡി ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മുടെ ഇവിടുത്തെ നടന്മാർ ഒരു പടം വിട്ട് വേറൊരു പടം വേറൊരു ക്യാരക്ടറായി മാറത്തില്ലേ. അപ്പൊ തെലുങ്കില് ഇതാണ് അങ്ങനത്തെ ഷിഫ്റ്റ്. പക്ഷേ ഇതിലും കുറച്ചുകൂടെ ബെറ്റർ കോമഡി ആവാൻ മറ്റേ കൽക്കഥ ചെയ്തിട്ടുണ്ട്. കൽക്കട അത് ഭയങ്കര അരോചകമെന്ന ആൾക്കാർ പറഞ്ഞെങ്കിൽ പോലും ഇത് വെച്ച് കമ്പയർ കുറേ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. കൽക്കട ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറെ ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞ നേരത്തെ ചോദിച്ചില്ല പ്രഭാസിനെ എക്സൈറ്റ് ചെയ്ത ഫാക്ടർ ഇതായിരിക്കും. അപ്പം ഞാൻ ഈ ബലം പിടിച്ച് നിന്ന് ഇടിച്ച് പൊളിക്കുന്നതിന് പകരം ഇതിനകത്തൊരു ഫൺ പടം വരുക. പക്ഷെ അത് എത്രത്തോളം അതിനകത്ത് സ്ക്രിപ്റ്റിനകത്ത് ഫണ്ണുണ്ട് അതൊന്നും. ബേസിക്കലി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി വലിയ നോളജ് അവർക്ക് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇല്ല, സ്ക്രിപ്റ്റ് ഇല്ല. കാര്യം അത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം അവരുടെ ഈ സ്റ്റാർ വെഹിക്കിൾ പടങ്ങളിലൊന്നും തന്നെ തിരക്കഥയ്ക്കൊന്നും വലിയ പ്രാധാന്യമില്ല. കാരണം അവർക്കറിയാം ഇത് ഞാനൊരു ഭയങ്കര ബ്രില്യൻ റൈറ്ററിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത് എഴുതാൻ. നിങ്ങൾക്ക് ആർക്കും എഴുതാം എന്നുള്ള മൈൻഡ് സെറ്റാണ്. നിങ്ങളുടെ പേപ്പറും പേനയും കിട്ടിയാൽ നിങ്ങൾക്ക് അതായത് 5 സീക്വൻസ് ഉണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് പോരായ്മ. മോനെ ഒരു നായകൻ ഇൻട്രോസിന് എഴുതാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഒരു പെൺകുട്ടിയെ തോണ്ടുന്ന ഒരുത്തൻ അപ്പോൾ വെറുതെ അവിടെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ഈ പൊരി വെയിലത്ത് ഇങ്ങനെ മുഖം മൂടിക്കിടന്ന് ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ ഈ പെൺകുട്ടി ചീ പോടാ എന്ന് പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം മറ്റേ മുഖത്തെ പുറത്ത് അല്ല ആ സീക്വൻസ് ആയിരിക്കും ചവിട്ട് മറ്റവനെ ചവിട്ടിട്ട് അടുത്ത കട്ട് വന്ന പാട്ടിലേക്കാ. അതെ, അത് ഒറ്റ ചവിട്ട് പിന്നെ കാണിക്കുന്ന. അപ്പൊ ഈ ചവിട്ടിനിടയ്ക്ക് ഇന്റർകട്ട് പോലെ വണ്ടി വരുന്നു, ഡാൻസേഴ്സ് വരുന്നു, അങ്ങനെ കുറച്ച് കട്ട്. ഈ വണ്ടി റിബിൾ എഴുതി കടക്കും. ആ പാട്ടിന്റെ ലിറിക്സ് പാൻ ഇന്ത്യൻ ബാച്ചിലർ നാൻ. അതെ, അത് കുറച്ചോ. അല്ല ആക്ച്വലി പിന്നെ ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു. ഈ തോണ്ടൽ മേടിക്കാൻ വരുന്ന പെങ്കൊച്ച തന്നെ സാമാന്യം ഫേമസ് ആയ നടിയാണ് കായലാനന്ദി. ഒരു ഒറ്റ ഷോട്ട് 2 ഷോട്ടൊന്നും ആകെ അഭിനയിച്ചിട്ടുണ്ട്. കായലാനന്ദി സോറി ഗൈസ്, കായലാനന്ദി. അയ്യോ അത് ജസ്റ്റ് മോഹൻ തിരുന്ന ഷോട്ടേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാനും ആലോചിക്കുന്നത് ഞാൻ പുള്ളിക്കാരെ വെച്ചപ്പോൾ ഞാൻ വെച്ചു ഓഹോ പുള്ളിക്കാരി ഉണ്ടോ, അപ്പൊ 4 നായികമാരാ. ഡാൻസിനെ കൊണ്ടുവന്നായിരിക്കും. അല്ലല്ല, ഡാൻസ് ചെയ്യാൻ വിളിച്ചപ്പം പ്രഭാസ് പറഞ്ഞു എന്തിനാ കായലാനന്ദി വിളിക്കുന്നത്, എന്റെ ഡ്യൂപ്പ് ഉണ്ടല്ലോ ഡാൻസ് കളിക്കാൻ. അല്ലെങ്കിൽ പുള്ളിക്കാരുടെ സീനെ കട്ടായി പോയി. അതെ, പടത്തിൽ ഒരുപാട് സാധനം കട്ടായില്ല. 4-4.5 മണിക്കൂർ പടം കണ്ടാന്ന് പുള്ളി എടുത്തു വെച്ചത്. അതിങ്ങനെ 3 മണിക്കൂർ 3 മിനിറ്റിലേക്ക് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ കുറെ സാധനം പുള്ളി തന്നെ കണ്ട് മടുത്തിട്ട് കുറെ കട്ട് കളഞ്ഞ പടത്തിലെ മെയിൻ സാധനം എല്ലാം കട്ട് ചെയ്തിട്ട് മറ്റേ അതെ എന്താ ഈ കട്ട് കളഞ്ഞത്, നല്ല കഥയുള്ള പോർഷൻ എല്ലാം ഞാൻ കട്ട് കളഞ്ഞു. കഥ പറയുന്ന പോർഷനൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഈ സിനിമ കാണാൻ വരുന്ന ഒരു കഥ കാണാൻ വരുന്നതല്ല, അവർക്ക് പ്രഭാസിനെ കാണാൻ വരുന്ന സ്റ്റാർ പ്രഭാസ്. ബോബറാനി വന്നായിരുന്നു മറ്റേ ബോമൻ ഇറാനിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമായിരുന്നു. കാരണം ബോമൻ ഇറാനി ഇങ്ങനെ ഒരു ഒറ്റ ചവിട്ടാണ്, പിന്നെ പുള്ളി അങ്ങ് തെറിച്ചു പോവുക. തെറിച്ചു പോയ ബോമൻ ഇറാനി താഴെ വീഴുന്ന ഷോട്ട് പോലും ഇല്ല. പോയി പുള്ളി ഏറില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാനത് കണ്ടപ്പോൾ ഇതെന്താണ് അത് അയാൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളുടെ ക്യാരക്ടർ വന്നിട്ട് സിനിമയിൽ അവസാനത്തേക്ക് പുള്ളി ആയിരിക്കും ഒരു പരിപാടി കൊടുത്തല്ലോ. പറയുന്നുണ്ടല്ലോ ഇവനവന്റെ ഏകാഗ്രത കൊടുമുടിയിൽ എത്തുമ്പോൾ 5 നക്ഷത്രം വരും. ഏകാഗ്രതയുടെ കൊടുമുടിയിലെത്തുമ്പോൾ 5 നക്ഷത്രം വരും. ഈ 5 നക്ഷത്രം അല്ല, ഞാൻ ആക്ച്വലി പുള്ളി അത് പറഞ്ഞപ്പോൾ വിചാരിച്ച അടുത്ത ഐറ്റം സോങ്ങിന്റെ പരിപാടിയാണ് പ്രണയത്തിന്റെ ഏകാഗ്രത. അപ്പം 3 നായകന്മാർ നിൽക്കുക, ഏകാഗ്രതയിൽ കൊടുമുടിയിൽ എത്തിക്കണം. ഞാൻ വെച്ചോ ഇവനെ കൊടുമുടിയിൽ എത്തിച്ചു. അല്ല, നമ്മളെ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ 3 നായികന്മാരെ കൊണ്ടൊരു സീനിൽ എപ്പോഴാണ് വരുന്നത്, മറ്റേ പാട്ടുണ്ടല്ലോ ഏതായിരുന്നു, എല്ലാവരും പാർട്ടി പേരിലാണ് ഇവിടെ. അത് റിമിക്സ് സോങ് വരുമല്ലോ, 3 പേരുടെ സീൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സോങ് ആക്ച്വലി പടം തീർന്നു കഴിഞ്ഞ് ലാസ്റ്റ് പ്ലേ ചെയ്യാനുള്ള സാധനമായിരിക്കും. പക്ഷേ ഇങ്ങനെ പടം ഇങ്ങനെ പോകുന്നിടയ്ക്ക് ഒരു നായിക വരുമ്പോൾ ഒരു പാട്ട് വരുന്നു, അടുത്ത നായിക വരുമ്പോൾ വേറൊരു പാട്ട് വരുന്നു. ഒരു പാട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ഥലത്തിടും. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും പ്ലേ ആവും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ 3 നായികമാരും കൂടെ അവസാനം ഒരു പോയിലെത്തുമ്പോഴത്തേക്കും ആ കഥയുടെ ആ മൊമെന്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പടം മറ്റേ ഇതിലേക്ക് പോവുക. അതായത് കോൺഫ്ലിക്റ്റിലേക്ക് എത്തി പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നാ അതൊക്കെ വിട്ടേച്ച് ഇത് പടം ഇങ്ങനെ ഡയറക്ടർ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നാ ഈ സീനും കൂടി ഇവിടെ അതെ അങ്ങനെ 3 നായികമാരുണ്ടല്ലോ, 3 പേര് ഡാൻസ്. അല്ല, ഇവരെല്ലാരും കാട്ടിലേക്ക് വരുന്ന ഡ്രസ്സിംഗ് തന്നെയാണ് ഏറ്റവും വലിയ. എല്ലാരും ലാസ്റ്റ് മറ്റേ ആ നായിയുടെ പേര് ലാസ്റ്റ് വരുന്ന നായിക മലയാളത്തിൽ പുള്ളിക്കാരത്തി പെട്ടെന്ന് ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കാം. ഞാൻ ഇതെന്ത് ഇത്രയും ഈസി ആക്സസ് ഉള്ള ഒരു പ്രേതാലയം. അതായത് പ്രേതാലയത്തിൽ കേറാൻ ഭയങ്കര എളുപ്പം. കേറുന്നു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അവർക്ക്. എന്നാ ഇവരെല്ലാരും ഇവിടെ നിന്ന് സംസാരിക്കുന്ന ഗേറ്റിന്റെ ഭാഗത്ത് അവിടെ ഇരുന്ന് ഫോൺ വിളിക്കാം, വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാം, വാട്സാപ്പ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. അതായത് അവിടെ ഡ്രസ്സ് മാറാൻ ഇഷ്ടംപോലെ ഡ്രസ്സ്, കഴിക്കാൻ ഫുഡ് എല്ലാം കിട്ടും. പിന്നെ ഇതിന് നല്ലൊരു സ്ഥലം വേറെ കിട്ടും. പിന്നെ എന്തിനാ ഇവിടെ പോകുന്നത് ഞാൻ അല്ലെങ്കിൽ ഇല്ല, പുള്ളി അകത്തിരുന്ന് ആടിനെ ബലി കൊടുത്ത് ആടിനെ അറുത്ത് തിന്നോണ്ടിരിക്കും. ആട് തന്നെ വന്ന് ഇറക്കുക. അല്ല, പുള്ളി ആടിനെ ഇറക്കുന്നില്ല, ആട് തന്നെ വന്നിട്ട് സ്വയം മരിക്കുക. ഏത് പുള്ളി കണ്ടുപോയി, ആട് കണ്ടുപോയി, കഥ കണ്ടു, സിനിമ കണ്ടുപോയി. അമ്മേ എന്തൊക്കെയാണോ എന്തോ. ഇപ്പൊ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്നാ പിന്നെ നീ ഒരുപാട് കാണിക്കണം, അത് പറഞ്ഞു തരുന്ന ടീമുണ്ടല്ലോ അവർക്കുള്ളത്.
അതാണ് എപ്പോഴും എനിക്കുള്ളൊരു സംശയമാണ്. എന്നാ നീയൊക്കെ ചെയ്ത് കാണിക്കടാന്ന്. ഇതിലും അതായത് better ആയിട്ട് പറ്റും. ഒരു ദോശ ചുട്ട് എനിക്ക് തരുമ്പോൾ അത് കൊള്ളാവോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റും. പക്ഷെ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ഉടനെ എങ്കിൽ നീ ദോശ ചുടാന്ന് പറയാം. അത് ഒരു ന്യായമില്ലാത്ത കാര്യമാണ്. അതെ, ഈ കാര്യം എനിക്ക് വർക്കായില്ല. ഈ ദോശ നോട്ട് വർക്കിംഗ്. ബാക്കി ദോശ ഒട്ടും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഭക്ഷണം ദോശ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദോശ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈവൻ മലങ്കൽ തട്ടി ഇപ്പഴത്തെ കാണുന്നവർക്ക് പോലും കണ്ടു തീർക്കാൻ വേറെ ബുദ്ധിമുട്ടായിരിക്കും. കണ്ട് തീർക്കാൻ പാടാ. കാരണം തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ ആ സാധനം. ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രേതവരായിരുന്നു സഞ്ജയ് ദത്ത് രാമസ്വാമി. എനിക്ക് സഞ്ജയ് ദത്ത് വെറൈറ്റി റോളാണ്. ഇടയ്ക്ക് ഒരു വലിയ സീരിയസ് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ മറ്റേ ഇവന്റെ അമ്മൂമ്മ ഉണ്ടല്ലോ എന്നിട്ട് ഒളിഞ്ഞു നിന്നിട്ട് ഇവരെ നോക്കിയിട്ട് സംസാരിക്കും. പക്ഷെ ഇവൻ നിൽക്കുന്ന വീട്ടില്ല. ഇവന്റെ അമ്മൂമ്മ ഒളിഞ്ഞിങ്ങനെ ഒളി സംസാരിക്കുന്നത്. ഞാൻ അമ്മമ്മയും എടുത്തിയോ? അമ്മ ഋതികുമാർ എല്ലാം കൂടെ എടുത്തു. ഈ സഞ്ജയത്തിന്റെ ഞാൻ ആലോചിക്കും. സഞ്ജയത്ത് ഏതോ ഒരു പടത്തില് വില്ലനായിട്ട് അഭിനയിച്ചതിന് ശേഷം അല്ലേ എല്ലാ പടത്തിലും പിന്നെ സൗത്ത് ഇന്ത്യൻ പടങ്ങളിലെ സ്ഥിരം വില്ലൻ വേഷമായി. പിന്നെ പുള്ളി വരുന്നതും പോകുന്നതും ഒന്നും. പണ്ട് ഇതിനുമ്പേ പറഞ്ഞിട്ട് മഹേഷ് ബാബുവിന്റെ പടം എടുത്താൽ ഒന്നെങ്കിൽ പ്രകാശ് രാജ് അച്ഛൻ, പ്രകാശ് രാജ്. അത് കഴിഞ്ഞപ്പോ ഒന്നെങ്കിൽ ജഗപതി ബാബു വില്ലൻ, ജഗതി ബാബു അച്ഛൻ. ഇപ്പം സഞ്ജയ് ദത്ത് അച്ഛൻ അല്ലെങ്കിൽ വില്ലൻ. ഒരാളും കൂടെ ഉണ്ട് ബോബിഡിയോൾ. വെച്ചേക്കാണ്. ഇനി ഹിന്ദിയിൽ നിന്ന് ആരാ വരാനുള്ള നമ്മൾ ഷാരൂഖ് ഖാൻ. അയ്യോ, പിന്നെ സിനിമയില് പാട്ട് കേൾക്കാൻ തമൻകാരുമാണ്. നന്ദമുരി തമൻ. ഗാരുവിന്റെ പാട്ടൊക്കെ ഇങ്ങനെ ഓടിപ്പോകും. ബഹളമാണ് മൊത്തത്തിൽ. അതുപോലെ തന്നെ റീമിക്സ് ഒക്കെ കൊണ്ടിട്ടുണ്ടല്ലോ. ഹാരി പോട്ടറിന്റെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള കുറച്ച് ബീജിയംസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹാരി പോട്ടറിന്റെ നല്ല രീതിയിൽ റെഫറൻസ് തമൻ ഗാരുവിന് കൊടുത്തത് ഹാരി പോട്ടറിന്റെ ഒരു പടമാണ്. അതെ, കോസ്റ്റ്യൂം ഡിസൈനർക്കും അതിന്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ഷൻ ഡിസൈനും അതിന്റെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം സെറ്റ് ഡിസൈൻ, വീടിന്റെ എക്സ്റ്റേണലും ഇന്റീരിയറും എല്ലാം ഫോട്ടോയിൽ നിന്ന് വരുന്ന പ്രേതവും പിന്നെ മറ്റേ ആ ലാസ്റ്റ് പ്രേതം മറ്റേ ഇത് എടുക്കത്തില്ലേ പ്രഭാസ് ഗാരുവിന്റെ വായു അല്ല ആത്മാവ് വലിച്ചെടുക്കുമ്പോ പ്രഭാസ് ഗാരു പെട്ടെന്ന് മറ്റേ ചക്രമൊക്കെ വേദിച്ച് ഏറി പോയിട്ട് എന്തോ ആവും. പെട്ടെന്ന് പുള്ളി പറന്ന് ഏറി നിന്നേച്ച് ഇടിക്കും. ഏതോ ആനിമയാണെന്നാണ് എന്റെ ഒരു ഊഹം. ശരിയാണെങ്കിൽ ആ സീനൊക്കെ അല്ല അത് ആക്ച്വലി മറ്റേ ഞാൻ കേട്ടിട്ടുള്ളത് ഈ 11 ചക്ര സിന്ധുണ്ട്. ഒരു ചക്ര അല്ല ഞാൻ പറഞ്ഞ സീക്വൻസിന് സംഭവം അത് ഇതാ വുക്കോങ്ങിന്റെ ആണെന്ന് തോന്നുന്നു ആ ക്യാരക്ടർ ഡിസൈൻ. എന്റെ ഓർമ്മ ശരിയാണ്. ഞാൻ ആ സാധനത്തിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയം ഉണ്ടാവുന്നത് അതുകൊണ്ട്. അതെ ഞാൻ ഈ ഗെയിമിന്റെ ഒക്കെ ട്രെയിലറൊക്കെ കാണുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ട്രെയിലർ ഞാൻ കാണുന്നുണ്ട്. ഭാരതിക്ക് വലിയ ടഫ് കൊടുക്കാൻ പോകുള്ളൂ. ഞാനും എടുക്കും. പക്ഷെ അല്ല ഇങ്ങനെയാണെങ്കിൽ പ്രഭാസ് ഗാരുവിനെ പോയി കാണാം. അതെ ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പ്രഭാസ് ഗാരുവിന്റെ അടുത്ത് നമ്മൾ കഥ പറഞ്ഞാലും പുള്ളി പടം ചെയ്യും തോന്നുന്നു. പ്രഭാസ് ഗാരുവിന്റെ മാനേജർ പറയും ആ ലൈനിലേക്ക് വന്നു പ്രഭാസ് ഗാരുവിന്റെ ഫോട്ടോ മേടിക്കാനുള്ള ആളാണ് ടോക്കൺ എടുത്താൽ ക്യൂ കയറുന്നുള്ള. അതെ, ഏത് ഫോട്ടോ വേണോ 3D സ്കാൻ വേണോ എന്നുള്ളത് നിങ്ങൾ പൈസ പറഞ്ഞ് വാങ്ങിച്ചാൽ മതി. അതനുസരിച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ആകുമ്പോൾ പ്രഭാസ് ഗാരു വരും. അതെ, ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഇത്രയും നമ്മൾ കുറ്റപ്പെടുത്തിയെങ്കിലേ കുറ്റപ്പെടുത്തില്ല, നമ്മള് സത്യം പറഞ്ഞു. നമ്മളിപ്പോ സത്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞ കുറച്ച് സത്യം തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലേ ഈ പടം ഒരിക്കലും ഇത് റിയലിസ്റ്റിക് പടമായിട്ട് പുള്ളി എന്തോ ഒരു ടോൺ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് എവിടെയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടാത്ത ഒരു ടോണിലാണ് ഈ പടം ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം പ്രേതാലയത്തിൽ വന്നിട്ടും പ്രഭാസിന്റെ കുറേ തമാശയും ഈ മറ്റേ ട്രിപ്പിൾ ലവ് സ്റ്റോറിയുടെ ഇടയ്ക്ക് നടക്കുന്ന കുറച്ച് കൺഫ്യൂഷനും ഇതിന്റെ ഇടയ്ക്ക് എവിടെയൊക്കെയോ ഒരു എവിടെയൊക്കെയോ ഒരു 2-3 സ്ഥലത്ത് ഞാൻ ചിരിച്ചു. അതുകൊണ്ട് ഈവൻ സ്റ്റിൽ ഇതിന്റെ മലയാളം ഡബിങ്ങിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം ഡയലോഗില്ലേ, ഈ സ്ഥിരം നമ്മൾ ഡബിങ് പടം കാണാൻ കുറച്ചുകൂടെ ഫ്ലോയിൽ എഴുതാൻ പറ്റിയിട്ടുണ്ട് അവർക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഡയലോഗുകൾ ചില ഹ്യൂമർ ഡയലോഗുകൾ നമുക്ക് ഭയങ്കര സ്ക്രിപ്റ്റിൽ നടക്കുന്ന സംഭവങ്ങൾ ക്രിഞ്ചാണ്. പക്ഷെ അതിനകത്തിട്ട് നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഇറങ്ങി പോകല്ലോ. അതെ, നമുക്ക് മനസ്സിലായി നമ്മൾ ആ സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിനകത്ത് രസിക്കാൻ. അല്ല, തിയേറ്ററിൽ ഞങ്ങൾ കണ്ട തിയേറ്ററിലും അവിടെ ഇവിടെ കുറച്ച് ചിരിയൊക്കെ വന്നതാണ് ആൾക്കാർ. പക്ഷെ എനിക്ക് കണ്ടുകൊണ്ട് തോന്നുന്നത് മലയാളം ഡബിങ്ങിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ സ്ഥിരം തെലുങ്ക് ഡബ്ബ് പടങ്ങൾ കാണുമ്പോൾ തോന്നുന്ന ഒരു കല്ലുകടി ഉണ്ടല്ലോ ഈ മലയാളം ഡയലോഗ് പറയുമ്പോൾ ഇതിൽ കുറെ കൂടെ ഒരു ബെറ്റർ ഒരു ഫ്ലോ ഉണ്ട് ഈ എഴുത്തിൽ. അതായത് അതിനകത്ത് കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവരാ എഴുതിയവരും മനസ്സിലായി ഈ പടം ഇത്രേ ഉള്ളു, ഇതിനിത് മതി എന്നുള്ള സംഭവം അവരുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ മിക്സ്ഡാണ്. അതിങ്ങനെ കുറേ സ്ഥലത്ത് നല്ല, അതായത് ഡയലോഗ് ഡെലിവറിയും ഇവരുടെ എഴുതിയ ഡയലോഗ്സും കുറച്ച്
നോർമലായിട്ട് പോവും. ഞാൻ നോക്കുമ്പോൾ ഇവിടെ മലയാളം പടം കാണുന്ന പോലത്തെ ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ഈ ചില മെയിൻ പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഡയലോഗ്സ് ആ തെലുങ്ക് ഡയലോഗ് അങ്ങനെ പറയേണ്ട സിറ്റുവേഷൻ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വരുന്ന ചില കല്ലുകടികളുണ്ടെങ്കിലും ഇനി ഒരു ശ്രമമുണ്ട് ഇതിന്റെ ഡയലോഗ് റൈറ്റിങ്ങിനകത്ത് ഒരു ശ്രമമുണ്ട് ഈ മലയാളം ഡബിന്റെ. തെലുങ്കിൽ പോലും ഒരു ഡബ്ഡ് പടം കാണുന്ന പോലെ പലയിടത്തും മാളവിക മോഹൻ മറ്റിങ്ങനെ വായനക്കുന്നിടത്ത്, അതായത് നമ്മൾ ഒരേ ഷോട്ടിന്റെ തന്നെ ക്ലോസും വൈഡും എടുക്കത്തില്ലേ, മലയാളത്തിൽ ഡയലോഗിൽ മറ്റേ അളവം ചുണ്ടനക്കും ഒന്നും വരത്തില്ല. അതെ, അത് ആ സീൻ ഇവൻ പടം കണ്ടോണ്ടെന്നോ പറഞ്ഞായിരുന്നു. അതായത് ക്ലോസിൽ പുള്ളിക്കാരി ഒരു കാര്യം ചോദിക്കും, അതേ സാധനം തന്നെ വൈറ്റ് ഷോട്ടിലും പുള്ളിക്കാരി സെയിം ഡയലോഗ് പറയുന്നത്. പക്ഷെ അത് ഓൾറെഡി ചോദിച്ചോണ്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല എഡിറ്റിംഗിൽ. അതെ, ത്രൂ ഔട്ട് എല്ലാരും സംസാരിക്കുമ്പം ഇവര് ലിപ്പ് അനക്കുന്നത് തെലുങ്കിലാണ്. തെലുങ്ക് പടം തെലുങ്കിൽ ഷൂട്ട് ചെയ്ത് തെലുങ്ക് ഡബ് ചെയ്തെങ്കിലും എല്ലാത്തിനും ടൈമിങ് ഓഫാണ്. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഡബ് ചെയ്ത് വെച്ചേക്ക്. ഇത് മതി എന്നുള്ള ലൈനാണ് മൊത്തത്തിന്റെ പടത്തിൽ. ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. അതെ, ആ ഒരു ലൈൻ മൊത്തത്തിലുണ്ട് പടത്തിൽ. പക്ഷെ നമ്മൾ ഈ തെലുങ്ക് ഒരു കേട്ടാൽ അതിന്റെ ഒരു ഐഡിയ കിട്ടുമല്ലോ. നമുക്കിപ്പം കുറച്ചധികം തെലുങ്ക് കൂടെ കാണുന്നുണ്ട്. ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചിരിക്കുക. അതേ പ്ലസ് സബ് ടൈറ്റിൽ വെച്ചിട്ട് പല സ്ഥലത്തും ഞാൻ ചിരിച്ചായിരുന്നു. ഒരു സാധനം ഉണ്ടായിരുന്നു, ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്ന് പ്രേതത്തിന്റെ കീഴെ പെട്ട് കിടക്കുന്ന പ്രവാസം പറയും, ഇതിലും ഭേദം ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ ഡിപ്രഷനിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു എന്നുള്ള സംഭവം. അതായിരുന്നു ഇതിലും ബെറ്റർ ഉള്ള സിറ്റുവേഷൻ. ഉടനെ അതെന്താ അങ്ങനെ ടോക്ക്, ആ ലൈൻ ടോക്ക് മലയാളത്തില് ആ സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ ടോക്ക് എന്നുള്ള രീതിയിൽ ഡയലോഗില്ല. നമ്മുടെ ഈ പുതിയ എന്താണ് പറയുന്നത്, ഈ പോപ്പ് കൾച്ചർ ആ എലമെന്റുകളെല്ലാം ഇല്ലേ, ട്രോൾ എലമെന്റുകളെല്ലാം ഇവര് മലയാളം ഡബിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കുറച്ചുപേര് കണ്ടപ്പോൾ ഇത് ചിരിക്കും, ആൾക്കാർ കൊള്ളാല സാധനം എന്ന് തോന്നുന്നു നമുക്ക്. പക്ഷെ പടം ഇതായതുകൊണ്ട് നമുക്കിതിങ്ങനെ പടം ആക്ച്വലി ഇതും ഈ പറയുന്ന പോലെ നോ ലോജിക് ഒൺലി മാഡ്നസ് ടൈപ്പ് സാധനമാണ്. പക്ഷെ അത് ഈ സാധനത്തിന്റെ മീറ്റർ പിടിക്കാൻ വലിയ പാടാണ്. അത് എവിടെ കൊണ്ട് ഇത് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്ത് തരാൻ പറ്റില്ല. അബ്സേർഡ് ആണ്. പക്ഷെ അതിന്റെ ഒരു ഫൺ ഇതിനകത്തില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് ഈ സിനിമയിൽ പ്രഭാസ് അല്ലാതെ വേറെ ഇപ്പൊ നമ്മളിപ്പോ സന്താനത്തിന് ചെറിയ സ്റ്റാർ ആണെങ്കിൽ ഈ പടത്തിന് ഇത്രയും വലിയൊരു ഇത് ഇപ്പൊ നമ്മൾ ഈ സിനിമ ചെറിയ സ്റ്റാർ ആണെങ്കിൽ നമ്മുടെ ഈ സിനിമ ഇപ്പൊ കാണത്തോലില്ലായിരിക്കും. അല്ല, ഇതിലും ബെറ്റർ ആയിട്ട് ടീമാർക്ക് പടം ചെയ്യാൻ പറ്റും. അതിങ്ങനെ നമ്മൾ എപ്പോഴേലും ഒക്കെ ഒറ്റിട്ടിലേക്ക് കണ്ടിടാ ഇങ്ങനെ പടം ഉണ്ടാവും. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്ന രസമാണ്. ഡിഡി ഒക്കെ ഞാൻ ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കണ്ടപ്പോ എനിക്കത് ചുമ്മാ കുറെ നേരം കണ്ടോണ്ടിരിക്കാം അങ്ങനത്തെ പടം. പക്ഷെ നമുക്കത് ഒരു സ്റ്റാർ, അതായത് ഇതേപോലെ ഒരാൾ വരുമ്പോഴത്തേക്കും നമുക്കത് അവർക്കും പ്രശ്നമാണ്. ഇതേപോലെ ഒരു സ്റ്റാറിനെ ഇവർക്ക് ഇങ്ങനെ ഒരു പടത്തിനകത്ത് കൊണ്ട് വെക്കാനും ഭയങ്കര പാടാണ്. ഈ തമിഴ് പടം പോലൊരു പടം പ്രവാസ് ചെയ്തൽ ഇതേപോലെ തന്നെ നെഗറ്റീവ് റിവ്യൂ ആണ്. അതായത് അതിന്റെ ഭയങ്കര അബ്സേർഡ് ഒരു വേൾഡ് ആണ്. ഒരു കണക്ഷനും ഇല്ലാത്ത കുറെ സാധനമാണ്. അതിനകത്ത് കോമഡി വർക്കാവും, ഇതിനകത്ത് കോമഡി വർക്കാവുന്നില്ല. പല സാധനങ്ങളെ മറ്റേ ഒരു പ്രേത സീൻ കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാളവി മോഹൻ നനഞ്ഞ് മറ്റേ ബെഡ് വന്നിരിക്കും. പിന്നെ മൊത്തത്തിൽ വേറെ ലൈനും അത് കംപ്ലീറ്റ് ചെയ്തില്ല സീൻ. സംസാരിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് കട്ട് ചെയ്ത് അടുത്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇവിടെ ഞാൻ ഇത് എപ്പോഴും മഴയൊക്കെ ഇവർക്ക് സീൻ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്കും എഡിറ്ററും ഡയറക്ടറും കൂടെ എഡിറ്റിന്റെ മഴ പെയ്യുന്നതല്ല, വിയർത്ത മറ്റേ അത്രയും വിയർപ്പോ തോന്നിരിക്കുക. അപ്പൊ ആരാണ്ട് ചോദിക്കുന്നത് ഇതിനിടയ്ക്ക് മഴ എപ്പോഴാ പെയ്തത്? ഞാനത് ചോദിച്ചു, ഇതെന്ത് എഡിറ്റിംഗ് ടേബിളിൽ ഡയറക്ടറും എഡിറ്ററും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സീൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എഡിറ്റർ ഉണക്കുമ്പോൾ തട്ടുമ്പോഴത്തേക്കും പുള്ളി പെട്ടെന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിലേക്ക് പോകും പുള്ളി. ആ ലൈനാണ് വലിയ നമുക്കിത് ആൾക്കാർ ലാഗാന്ന് പറയുന്നത്, കട്ട് ചെയ്ത് വിടും എന്ന് പറയുന്ന പോലെ. ആളുകൾ സംസാരിക്കുന്ന ഇടയ്ക്കൊക്കെ കട്ടായി പോകും. എന്താ ഇവർ പറഞ്ഞു തീർക്കുന്നത്? കാരണം ഇവർ പറയുന്ന കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കട്ട് ചെയ്ത് വിട്ടാലും ആർക്കും ഒന്നും സംഭവിക്കാതെ അതിന്റെ ഫ്ലോ നഷ്ടപ്പെടുന്നു. ഫ്ലോ ഇല്ലാത്തതുകൊണ്ട് അത് നഷ്ടപ്പെടാനില്ല. ആ സീൻ ഇല്ലാത്ത ഈ പടത്തിന് ദൈർഘ്യം കുറച്ച് കുറഞ്ഞു. അങ്ങനത്തെ സീൻ ഇല്ലെങ്കിൽ നമുക്ക് എത്രയേ ഉള്ളൂ. അതായത് ഈ 3 മണിക്കൂർ വലിക്കാതെ 2.5 മണിക്കൂറിൽ നമ്മൾ വീട്ടിൽ പറഞ്ഞു വിട്ടാൽ അത്ര സന്തോഷം എന്നേ ഉള്ളൂ. എനിക്ക് നേരത്തെ വീട്ടിലെത്താം. അതെ, 2 മണി വരെ 10 മണിക്ക് പടം കാണാൻ കയറിയാൽ 2 മണി വരെ തിയേറ്ററിൽ ഇരിക്കുക. അതാലോചിക്കും. ഈ പിന്നൊരു സംഭവം എന്ന് വെച്ചാല് പലയിടത്തെയും VFX ഏറ്റക്കുറച്ചിലുണ്ടെങ്കിലും സാമാന്യം തിരക്കില്ലാത്ത ഒരു VFX ആയിരുന്നു മറ്റേ സഞ്ജയ് ദത്ത്. ആ ഒരു ഇന്റർവ്യൂ പോയില്ല, അതിന്റെ ആ ഒരു പൊടിയിൽ നിന്ന് വരത്തില്ലേ അത് ആ ലൈനിൽ വന്നതിന്റെ VFX അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ട് തോന്നി എനിക്ക്. പിന്നെ ലാസ്റ്റത്തെ ജൈന്റിനെ കാരണം അത് മുതലയുടെ പരിപാടിയായിരുന്നു ഭയങ്കര ഷോ. അത് കുറച്ച് ലൈറ്റിംഗ് എല്ലാം ഓഫ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ അല്ല ഈ ഇരുട്ട് വെച്ച് മറയ്ക്കുവാണെങ്കിൽ കുറച്ച് ഡൗൺ ഗ്രേഡഡ് VFXന്റെ പ്രശ്നം നമുക്ക് മറക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് കാശില്ലെങ്കിൽ അങ്ങനെ മറക്കും. അതെ, അങ്ങനെയാണ് ചെയ്യണം. അത് VFXന്റെ ബ്രില്യൻ്റായിട്ട് ഉപയോഗിക്കേണ്ട രീതി അതൊക്കെ. അതെ, ഉള്ള സാധനത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു പോസിറ്റീവാണ്. നോട്ട് ദ പോയിന്റ് മാരുതി സാർ അല്ലേ? നോട്ട് ദ പോയിന്റ്. ഒരു പോസിറ്റീവ് കിട്ടിയിരിക്കുകയാണ്, ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ
ഐഡിയാസിൽ കുറച്ച് നല്ല സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഞ്ജിതത്തിന് പവർ കിട്ടുന്ന സീക്വൻസിൽ ഇത് പുള്ളി പോയിട്ടൊരു കിണറിലിറങ്ങിയിരുന്നു. കിണറിലിറങ്ങി ആ സീക്വൻസിൽ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ VFX ഒന്നും അല്ല, ഈ തുമ്പാട് ലൈനിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് എഫക്റ്റീവായ ഹൊറർ സാധനം കിട്ടിയാണ്. അതിലും പുള്ളി ഒരു പിച്ചക്കാരനാ. പിച്ചക്കാരൻ നല്ല തടി കൊണ്ട് പണ്ടോണ്ട് എല്ലാം ഉണ്ട്. പുള്ളിക്കാരൻ വഴിയെ കാണുന്ന അഞ്ഞിയുടെ കയ്യെ കയറി പിടിച്ചൊരു നാട്ടുകാർ തല്ലി പുള്ളിക്കാരൻ റിവഞ്ച് ചെയ്യാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു പ്രഭാസ് ബാഹുബലിയൊക്കെ ചെയ്തിട്ട് ആ സെറ്റും ആ ഒരു ലൈനെ കണ്ടിട്ട് പിന്നെ എങ്ങനെയാണ് അതിലും ബഡ്ജറ്റ് ഒരു പടം ഇത്രയും ആ നീ പറഞ്ഞ ആ സീക്വൻസ് ഇല്ലേ കൈ കയറി പിടിക്കുന്നത്, അപ്പൊ അവിടെയുള്ള സെറ്റിംഗ് ഇല്ലേ അത് ബാഹുബലി 100 കോടി എടുത്ത് ഇത് 400 കോടി എത്തുമ്പോഴത്തേക്ക് അതിന്റെ നേരെ 4 ഇരട്ടി ഷോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ആ ഷിഫ്റ്റ്? അത് ചെയ്യുന്ന ആൾക്കാരുടെ വ്യത്യാസം, ഡയറക്ടർ വ്യത്യാസം, വിഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതില്ലാത്തതിന്റെ ചെറിയ പ്രശ്നം. ഭയങ്കര ശുഷ്കിച്ച ഒരു രാജകീയ ഇത് കിട്ടുന്നു. അല്ലെങ്കിൽ കഥ ഉണ്ടാക്കുന്ന സമയത്ത് മാരുതി കക്കൂസ് ഇരുന്നുണ്ടെങ്കിൽ കഥ ഉണ്ടാക്കുകയാണ്. നമ്മളെല്ലാവരും കക്കൂസ് ഇരുന്നാണ് കഥ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അതായത് മെജോറിറ്റി ഓഫ് എന്റെ കക്കൂസ് കഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെജോറിറ്റി ഓഫ് ഐഡിയാസ് ഉണ്ടാകുന്നത് കക്കൂസ്. അതെ, ഏറ്റവും ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട് കക്കൂസിൽ. അപ്പോൾ മാരുതി കക്കൂസിൽ നിന്ന് കഥ ഉണ്ടാക്കിയ സമയത്ത് പുള്ളി ഇങ്ങനെ മനസ്സിൽ കാണുമ്പോൾ ഗംഭീര പടം. ഫസ്റ്റ് വർഷവും തിയേറ്ററിലെ ആൾക്കാരെല്ലാം കൂടെ ഭയങ്കര ബഹളം. പാലഭിഷേകം നടത്തുന്നു, പ്രഭാതിന് ഇന്റർവ്യൂ കൈയടിക്കുന്നു, അവസാനം ഭരദ്വാജനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അല്ലേ, എന്തൊക്കെ നടക്കുന്നു. പക്ഷേ പുള്ളി അത് കഴിഞ്ഞാൽ കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങി വന്ന് എഴുതാതിരിക്കുമ്പോഴാണ് എഴുതാതില്ല. സെറ്റിലെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊന്നും എനിക്ക് എടുക്കാൻ അറിയത്തില്ല. ഇത്രയും വലിയ പടം ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല. അപ്പം മറ്റൊരു പോസിറ്റീവ് അല്ല ഇത് ഇപ്പം പറയുന്ന പോലെ ഞാനും ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു വിടും. കാര്യം എന്താ അല്ല മുറിച്ചെടുത്തല്ല, ഈ സീക്വൻസ് എനിക്ക് ഇതിനകത്തൊരു സാധനം ഉണ്ടെന്ന് തോന്നി. അതാണ് അതിന്റെ പോസിറ്റീവ്. ഗുഹയ്ക്കകത്തിരിക്കുക, അത് തിരിഞ്ഞു നോക്കരുത്, ബാക്കിൽ നീ എന്തോ ഒരു പ്രേതം എന്തോ വരത്തില്ല. അതായത് ചോര മുറിച്ചിട്ട് പവർ കിട്ടുന്ന സീൻ. അതിനകത്തെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു കൈ മുറിക്കണം, പിന്നെ ഈ പറയുന്ന ചോര മുറിച്ചിട്ട് ബാക്കിൽ നീ സാധനത്തിന് ഒരു വെയിറ്റ് ചെയ്യുവാണ്. പക്ഷെ തിരിഞ്ഞു നോക്കുകയോ നമ്മുടെ ഈ എന്തോ മന്ത്രം ഉരുടാനോ എന്തോ പറയും, അത് നിർത്തരുത്. പക്ഷെ നമുക്ക് അത് കറക്റ്റ് ഒരു ഹൊറർ എലമെന്റ് ആണ്. അത് ഹൊററായിട്ട് തന്നെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. മറ്റേ ജീവിയൊക്കെ ചുമ്മാ VFXും ബഹളവും ഒക്കെ ഇല്ലാതെ VFX വരെ നോക്കിയത് ഇതിനകത്ത് ഒരു പേടിയില്ല. ഈ VFX നമ്മളെ ഡിറ്റാച്ച് ചെയ്യും ഭയങ്കരമായിട്ട്. അതെ, ഭയങ്കര അതിനൊരു അതാണ് ഹൊറർ എലമെന്റ്. പക്ഷെ അത് വർക്കാവുന്നില്ല. പിന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഹിപ്നോട്ടിസം, അതായത് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് സെൽഫ് ഹിപ്നോട്ട് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയാണ് ഇവർക്ക് 10 വാക്ക് കിട്ടിയത് സ്ക്രീനിൽ എഴുതി. അതായത് ഇങ്ങനെ പടത്തിൽ ഞാൻ പുതിയതായിട്ട് എന്താ ഹിപ്നോട്ടിസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ സൂപ്പർ ഐഡിയ, എങ്ങനെയാ അത് ചെയ്യാൻ പോണത് അതെനിക്കറിയില്ല സാർ എന്ന് പറയുന്ന പോലെ. ഹിപ്നോട്ടിസം 4 പ്രാവശ്യം പറഞ്ഞാൽ മതി. അത് പറയുമ്പോഴത്തേക്ക് ഓഡിയൻസ് തന്നെ അതെ ഓഡിയൻസ് തന്നെ ഓഹോ ഭയങ്കര വാക്കുകളൊക്കെയാണല്ലേ, വലിയ വാക്കുകൾ അതൊക്കെ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവാത്തതാ പടം. അതെ ഒരു പക്ഷേ ആ ഐഡിയ ആദ്യം മൂലം ഇമാരും ഉണ്ടാക്കിയിരുന്നത് പിന്നെ ബെറ്റർ ആണ്. കാരണം അത് ഇവനെ റിയൽ വേൾഡിലും അവന്റെ അണ്ടർഗ്രിസ്റ്റിക് വേൾഡിലും കൊണ്ടിടുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഹാഫിൽ നിന്നാണ് കട്ട് ചെയ്ത് കളയാനുള്ളത് മൊത്തം കാണണം. എത്രയും പെട്ടെന്ന് ഇതിലേക്ക് വരാനുള്ളൂ. അതിന് കോമഡി കാണിച്ചങ്ങ് മെഴുകുക. ആദ്യത്തെ 10 മിനിറ്റിൽ ഇവൻ മറ്റേ ഇന്റർവൽ പോർഷൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും പറഞ്ഞു ആദ്യത്തെ 10 മിനിറ്റിൽ ഇന്റർവൽ ആവും. അതെ, എളുപ്പമായി. നേരത്തെ വീട്ടിൽ പോയാലോ. അപ്പൊ അങ്ങനെ കുറച്ച് ഐഡിയാസ് ഉണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് പോസിറ്റീവ്. പക്ഷെ ഇതില്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല. ലാസ്റ്റ് അണ്ണന് സൂപ്പർ പവർ കിട്ടുന്നുണ്ട്. മറ്റേ ഫ്ലാഷ് ആകുമല്ലേ, അണ്ണൻ സ്പീഡിൽ ഓടുമ്പോൾ മറ്റേ കാലഘട്ടം മാറി അണ്ണൻ 35 പോവാ. അത് ഇത് ഇപ്പൊ എന്ത് സംഭവിച്ചാൽ ഈ സിറ്റുവേഷനിൽ നിന്ന് പ്രവാസ് രക്ഷപ്പെടുന്നു. അത് അപ്പ എഴുതി വെച്ച് അപ്പ ഷൂട്ട് ചെയ്യും. അതായത് ഇതിനു മുമ്പ് സെറ്റപ്പ് ഒന്നും ഇല്ല. അല്ല, ഇവർ ഓൾറെഡി മറ്റേ ഏകാഗ്രത കോടിമുടിയിൽ എത്തി മറ്റേ ചക്രം കിട്ടിയിട്ട് പവർ കിട്ടിയല്ലോ. ഇതൊക്കെ എപ്പോ കിട്ടി പറയുന്നില്ല. ചക്രം കിട്ടി. ഐറ്റം ടൈംസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ചക്രം കിട്ടാനുള്ള ഒന്നും ചെയ്യുന്നില്ല. ഐറ്റം സോങ് പ്രഭാസ് അല്ല ചെയ്യുന്നേ. സോറി, ഈ പടത്തിലെ ഐറ്റം സോങ് പ്രഭാസാ ചെയ്തത്. അത് കൈവെക്കാൻ ആരും സമ്മതിക്കുന്നില്ല. അതായത് ഈ സിനിമ നിങ്ങൾ ആലോചിച്ചെങ്കിൽ കുറച്ച് നാളായിട്ട് അതായത് സിനിമകളിൽ ഈ കൊമേഴ്ഷ്യൽ പടങ്ങളിൽ നമ്മളല്ല കൊമേഴ്ഷ്യൽ പടങ്ങൾ കാണുമ്പോഴെപ്പോഴും ഈ നായികമാരെ ഒബ്ജക്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ അവരെ വെച്ച് ഈ സിനിമയുടെ അവരുടെ ഗ്ലാമർ എലമെന്റ് വെച്ചുകൊണ്ട് സിനിമ ആൾക്കാരെ കരുതുന്ന ഒരു പരിപാടിയുണ്ട്. കൊമേഴ്ഷ്യൽ പടത്തിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ വെച്ച് ഇത് വിൽക്കാം എന്നുള്ളതാണ്. അതാണ് പ്രയോറിറ്റി. നമ്മൾ ആ പടം എഴുതുമ്പോൾ ഇതൊരു ഗംഭീരമായ കുറച്ച് ആർട്ടിസ്റ്റുകളെ വിളിച്ച് നമ്മളൊരു പടം ചെയ്യുന്നു എന്നുള്ളതല്ല. അവിടെ എന്താ അത് അല്ല, അതാ പ്രൊഡ്യൂസറിനെ കളയുന്നത്. അല്ല, ഇത് ഈ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വിൽക്കാവുന്ന എന്തൊക്കെ എലമെന്റ്സ് ഒരുമിച്ച് കൊണ്ടുവരാം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, പ്രഭാസിനെ കൊണ്ടുവന്നാൽ ഇതെനിക്ക് ഇന്ന റേഞ്ചിൽ കൊണ്ട് പ്രസന്റ് ചെയ്യാന്ന് പറയും. എന്നിട്ട് അധികം കാശ് കൊടുക്കേണ്ടാത്ത ഒരാളെയാണ് വെക്കേണ്ടത് ഡയറക്ടറായിട്ട്. പക്ഷേ മാരുതിയെ കിട്ടിയതുകൊണ്ട് എനിക്ക് 18 എന്നുള്ളത് 8 തോന്നുന്നു. ആക്ച്വലി മാരുതിക്ക് 18 കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനെ ഈ എലമെന്റ്സിനെയൊക്കെ കൊണ്ടുവരിക, ഇതൊക്കെ വെച്ചിട്ട് വിൽക്കുക. അപ്പം അതിൽ ഒരു എലമെന്റ് ആണ് എപ്പോഴും ഈ ഐറ്റം സോങ്, ഐറ്റം ഡാൻസ് എന്നുള്ളത്. ഇത് കുറച്ച് പഴയ ആശയമാണ്.
എന്നാലും അതിപ്പോഴും വെക്കുന്നുണ്ട്. ഇപ്പോഴും അത് വിറ്റുപോകും. അതേപോലൊരു ആശയമാണ് ഈ പ്രഭാസ്, അതായത് സ്റ്റാർ എന്ന് പറയുന്നത്. സ്റ്റാർ വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. അത് അയാൾക്കൊരു വാല്യൂ ഉണ്ട്. നമ്മളൊരു പോസ്റ്റർ അയാളുടെ ഇത് വെക്കുമ്പോഴത്തേക്കും ഇത്ര ടിക്കറ്റ് സെയിലാവും. അയാളെയും വിൽപ്പന ചരക്കായിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. അതുപോലെ കുറച്ച് കാലമായിട്ട് പുള്ളിയെ ഉപയോഗിക്കുന്നതിൽ കുറച്ച് സങ്കടമുണ്ട്. വളരെ ഏറ്റവും തെലുങ്കിലെ കഴിഞ്ഞ 5 വർഷത്തിലെ ഏറ്റവും മോശം സിനിമകളുടെ സ്റ്റാറായിട്ടും പ്രഭാസ് തന്നെയാണ്. അതിൻ്റെ ഒരു വിഷയമുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം ഫീമെയിൽ ലീഡിനെ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ഐറ്റം സോങ്ങിനാണെങ്കിൽ മെയിൽ ലീഡിനെ യൂസ് ചെയ്യുന്നത് 4 പേരെ തല്ലാനാണ്. ഒരു ഗുണ്ടയായിട്ടാണ് പുള്ളിയെ കാണുന്നത്. അതെ, ഒരു ഗുണ്ട, അല്ലെങ്കിൽ ഇത് കോമഡി ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരുടെയും ക്യൂട്ട്നെസ് നമ്മൾ കണ്ട് സഹിക്കേണ്ടി വരും. വിൽക്കാനാണ് ഇവരെ വിളിക്കുന്നത് എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു അത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അതിന്റെ ഒരു നിങ്ങൾ പറഞ്ഞത് ഭയങ്കര വലിയ പ്രശ്നമാണ്. ഇവനെ വളരെ അല്ല, ഞാൻ പറയുന്നത് കുറച്ച് എന്താ പറയുക, ബ്രാഷായ ലാംഗ്വേജ് ആണ്. പക്ഷേ ഈ പ്രോജക്റ്റുകൾ നമ്മളും ഇതിന്റെ കുറച്ച് ഡിസ്കഷനിൽ ഇരുന്നുകൊണ്ട് പറയാം, ഈ ഇവരുടെ പ്രയോറിറ്റി ഇതാണ്. നമ്മൾ രാജസ്ഥാന ഡിസ്കഷൻ ഇരുന്നതല്ല പറഞ്ഞത്, വേറെ ഡിസ്കഷൻ. ഞങ്ങൾ നേരിട്ടിരിക്കുമ്പോൾ ഈ നമ്മളിങ്ങനെ പല ഇതിന്റെ ഡിസ്കഷനിൽ ഇരിക്കും. നമ്മൾ ഇന്നയാൾ ഈ സീൻ അഭിനയിച്ചാൽ രസമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട, അയാൾ വന്നാൽ ഇത് വിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ഒരു സ്റ്റാർ വേണം എന്ന് പറയുന്ന സാധനം. അല്ല മനസ്സിലായി. അല്ല, അങ്ങനെ ഒരു പ്രയോറിറ്റി സിനിമയ്ക്ക് പിന്നിലുണ്ട്. അത് തെറ്റ് ശരി എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അത് ബിസിനസ്സാണ്. ആർട്ടും വളരണം, ബിസിനസ്സും ഉണ്ടാവണം. ആർട്ട് വളർന്നില്ലെങ്കിലും ബിസിനസ് വളരണം. അതെ, അതിന്റെ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അതായത് ആർട്ട് 10%, ബിസിനസ് 90%. അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഫ്രാൻസിസ് ഫോർഡ് കപ്പോള പോലെ കുടുംബം മൊത്തം വിറ്റിട്ട് മെട്രോപോളിസ് എന്ന് പറയുന്ന പടം എടുത്ത് പാപ്പരാം. അത്ര എങ്ങനെ വേണം സംഭവിക്കാം. ഇതിൽ തെറ്റും ശരിയും അല്ലാതെ ഇതൊക്കെ ഓരോ സംഭവം സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ ചെന്നിട്ട് നമുക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യാൻ ഇന്ന ആളെ കിട്ടുമോ നമ്മൾ ചോദിക്കുമ്പോൾ ഇന്ന ആളെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ആ ആളെക്കാളും ആൾക്കാർക്ക് ജനപ്രിയനായത് ഇന്ന ആളാണ്. ആ ആളെ വെച്ചാൽ തരത്തിലല്ലേ പറയുന്നത്, അയാളെക്കാൾ മാർക്കറ്റ് ചെയ്യാക്കാന്ന് പറഞ്ഞിട്ട്. അതല്ല, ഞാൻ നമ്മുടെ സിറ്റുവേഷൻ റിയൽ ലൈഫ് എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ കൊണ്ട് ചെന്നിട്ട് ഒരാളുടെ ഇതാണ് നമുക്ക് വെക്കേണ്ടത് എന്നിങ്ങനെ ആളെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആളെ വെച്ചാൽ നമുക്കുണ്ടാകുന്ന മാർക്കറ്റിനേക്കാളും ഇന്ന ആൾ വന്നാൽ ഈ ഓഡിയൻസിന് ഇഷ്ടമാണ്, അത് ഇന്ന സ്ഥലത്ത് പിന്നെ വർക്കാവും, സോഷ്യൽ മീഡിയയിൽ അതിനൊരു ബൂം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഇനീഷ്യലി ഐഡിയക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഷിഫ്റ്റ്. അതെ, അപ്പോൾ വരുന്ന ആൾ വരുമ്പോഴത്തേക്കും നമുക്കതനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളഞ്ഞ് നമ്മുടെ ഐഡിയയിൽ നിന്ന് കുറച്ചൊന്ന് വ്യതിചലിച്ച് തിരിച്ചങ്ങോട്ടൊക്കെ വന്ന് പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ നമുക്ക് രാജാ സാഹിബിനെ പറ്റി തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അത് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. നമ്മൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരും എതിരഭിപ്രായമുള്ളവരും എന്തും ആയിക്കോട്ടെ, അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. നമ്മളിങ്ങനെ പരത്തി പറഞ്ഞു, സീൻ ബൈ സീൻ എടുത്താൽ ഇഷ്ടം പോലെ പറയാം. ഇത് 100% ഷുവറായിട്ട് സിനിമ മറ്റേ റോസ്റ്റ് ചാനലുകൾക്ക് എന്താ കുറച്ചധികം വ്യൂസും പൈസയും കൊടുക്കാൻ പോകുന്ന പടമാണ് ഇതിൻ്റെ OTT റിലീസിന് ശേഷം. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. കാര്യം ഇത് നമുക്ക് പിന്നെ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ഇത് ചുമ്മാ ഇങ്ങനെ നമ്മൾ ചോറുണ്ട സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അല്ലെ ഇവർ പറഞ്ഞ പോലെ കുട്ടി ടിവിയിൽ വരേണ്ട ഐറ്റമാണ്. അങ്ങനത്തെ കുറച്ച് കട്ടും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് കുട്ടി ടിവിയിൽ ഇടാം. കുട്ടി ഇടാം. അതെ, ഓൾറെഡി ഇപ്പോൾ ആഡ് വരെ എക്സ്ട്രാ ഈ പുതിയ വേഷണത്തെല്ലാം അവർ എക്സ്ട്രാ. ഈ നായകന്മാരുടെ സീനും പരിപാടിയൊക്കെ കട്ട് ചെയ്ത പാട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ പിള്ളേർക്ക് കാണാം, കുഴപ്പമില്ല, കൂളാകും. അപ്പോൾ അങ്ങനെ നമ്മളിനിയപ്പോൾ അടുത്ത ഒരു പടത്തിൻ്റെ ഡിസ്കഷനായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും.